ഹായ്, ഗുഡ് മോർണിംഗ്. അസ്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ തേർഡ് ചാപ്റ്റർ, ലാൻഡ് ഗ്രാൻസ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന് പറഞ്ഞ പാഠം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 3 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സോഷ്യൽ സയൻസിൻ്റെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഫോർത്തുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ക്ലാസ് കാണുക. നമ്മൾ ക്ലാസ്സിന് ശേഷം നോട്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് കാണുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജിൽ നമുക്ക് ഒരു ഓർഡർ കാണാൻ പറ്റും. ബൈ ദ ഓർഡർ ഓഫ് ശ്രീ വിന്ധ്യാശക്തി സെക്കൻഡ് ദ വകാടക മഹാരാജ. അപ്പം വകാടക രാജാവായിരുന്ന വിന്ധ്യാശക്തി രണ്ടാമൻ്റെ ഒരു ഉത്തരവാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ലാൻഡ് ഗ്രാൻസ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ദിസ് ഈസ് എൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ വകാടക കിങ് വിന്ധ്യാശക്തി സെക്കൻഡ്. വിന്ധ്യാശക്തി രണ്ടാമൻ്റെ ഒരു ഓർഡറാണ് ഇത്. വകാടക രാജാവായിരുന്ന വിന്ധ്യാശക്തി രണ്ടാമൻ്റെ ഓർഡറാണ് ഉത്തരവാണ് നമ്മളിവിടെ കാണുന്നത്. ദ ഓർഡർ റെഫേഴ്സ് to the transfer of some of the land in the king's possession to the Brahmins along with the special rights. അതായത് രാജാവിൻ്റെ കയ്യിലുള്ള ഭൂമി കുറച്ച് ഭൂമിയിൽ പ്രത്യേക അവകാശങ്ങളോടുകൂടി ബ്രാഹ്മണർക്ക് കൈമാറുന്നു. ഓക്കെ, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിനി വായിക്കാൻ പോകുന്ന ഈ ഓർഡറിലുള്ളത്. ഇതിനെ നമ്മൾ പറയാം ലാൻഡ് ഗ്രാൻസ് എന്നാ പറയാം. എന്താ പറയുക? ലാൻഡ് ഗ്രാൻസ്, മലയാളത്തിൽ ഭൂമിദാനം എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ തൊട്ട് മുകളിൽ ഇനി വായിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. We grant half of this village to the Brahmins in order to attain victory, longevity and welfare and peace in this world as well as in afterlife. അതായത് വി ഗ്രാൻഡ്, അതായത് രാജാവിൻ്റെ ഉത്തരവിൽ പറയാണ്. എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്: ഗ്രാമത്തിൻ്റെ പകുതി അദ്ദേഹം അല്ലെങ്കിൽ രാജാവ് ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകുന്നു. അപ്പോൾ ഇതിലൂടെ രാജാവിന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിജയം. ഓക്കെ, വിക്ടറിയാണ്. ടു അറ്റൈൻ വിക്ടറി, ലോങ്ങവിറ്റി മീൻസ് ദീർഘായുസ് ലഭിക്കുക, ആൻഡ് വെൽഫെയർ ആൻഡ് പീസ് ഇൻ ദിസ് വേൾഡ് ആസ് വെൽ ആസ് ഇൻ ആഫ്റ്റർ ലൈഫ്. അതായത് ദീർഘായുസ്സും അതുപോലെ തന്നെ ക്ഷേമവും സമാധാനവും എല്ലാം കിട്ടാൻ വേണ്ടി ഏത് ലോകത്ത്, ഇഹലോകത്തും പരലോകത്തും എന്ത് വേണം? ഈ സമാധാനമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് ഭൂമി ദാനമായിട്ട് നൽകുന്നു എന്നാണ് പറയുന്നത്. The exemption approved by the Chaturvedas and the previous Maharajas will be applicable to this grant as well. പിന്നീട് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, മുൻപത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ ചതുർവേദങ്ങളിലൊക്കെ അംഗീകരിക്കപ്പെട്ട എല്ലാ ആചാരപ്രകാരമുള്ള ഇളവുകളൊക്കെ എന്തുണ്ട് ഈ ഭൂമിദാനത്തിലും ബാധകമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് പറയുന്നത്. Administration here will not be like that in the other areas. മറ്റു പ്രദേശങ്ങളിലെ പോലെ അല്ല ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നു. ഒന്നാമത്തെ. ദെൻ സാൾട്ട് ഓർ ആൽക്കഹോൾ ഷുഡ് നോട്ട് ബി പ്രൊഡ്യൂസ്ഡ്. സാൾട്ടോ ആൽക്കഹോളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. മദ്യം, ഉപ്പ് ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ ദർ ഈസ് നോ നീഡ് ടു പേ മണി ഓർ സീരിയൽസ് ടു ദ ട്രഷറി. അതായത് ഖജനാവിലേക്ക് ട്രഷറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഖജനാവാണ്. അപ്പോൾ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് പണമോ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ടില്ല. ദെൻ നെക്സ്റ്റ്, നോ നീഡ് ടു പ്രസൻറ്റ് ഫ്ലവേഴ്സ് ഓർ മിൽക്ക് ടു ദ കിങ്. പിന്നെന്താണ്? രാജാവിനായിട്ട് പൂക്കളോ പാലോ അങ്ങനത്തെ ഒന്നും നൽകേണ്ടതായിട്ടില്ല. പ്രൊവൈഡിങ് കൗ ഓർ ബുള്ളോക്ക് ടു ദ ഒഫീഷ്യൽ ഈസ് നോട്ട് നീഡഡ്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇവരെന്ത് കൊടുക്കുമായിരുന്നു? പശുവിനെയും കാളയൊക്കെ കൊടുക്കാൻ. അപ്പോൾ അതൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ്, ദർ ഈസ് നോ നീഡ് ടു ഗിവ് എനി സർവീസ് ടു ദ സ്റ്റേറ്റ്. അപ്പോൾ അതുപോലെ തന്നെ എന്തില്ല, രാഷ്ട്രത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സേവനങ്ങളും നൽകേണ്ടതായിട്ടില്ല. ദെൻ നെക്സ്റ്റ്, ദർ ഷാൾ ബി നോ ലയബിലിറ്റി ടു പ്രൊവൈഡ് ചാർക്കോൾ ഓർ കപ്പാരിസൺ. പിന്നെ അങ്ങനെ പറഞ്ഞാൽ അതായത് കപ്പാരിസൺ മീൻസ് ഇതില്ലേ, എന്താണ് നമ്മൾ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഈ കുതിര ചമയം എന്നൊക്കെ പറയും മലയാളത്തിൽ. ഓക്കെ, അതുപോലെ തന്നെ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൽക്കരിയാണ്. അപ്പോൾ ഈ കുതിര ചമയങ്ങളോ കരിയോ ഒന്നും നൽകാൻ വേണ്ടിയിട്ടുള്ള ബാധ്യതയും ഈ പ്രദേശത്തിലെ ആൾക്കാർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അടുത്ത പോയിൻ്റായിട്ട് പറയാം, ദ പോലീസ് ഷാൾ നോട്ട് എൻ്റർ ഹിയർ. നിയമപാലകർ ആരും ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പാടില്ല. നോ നീഡ് ടു പ്രൊവൈഡ്
കോർട്ട് ഓർ ഹെൽപ്പ് ടു ദ ടൂറിംഗ് ഒഫീഷ്യൽസ്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് എന്ത് കൊടുക്കണ്ട? കട്ടിലും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒന്നും ചെയ്തു കൊടുക്കണ്ട. അതൊക്കെ ആര് ചെയ്യണം? അവർ തന്നെ ചെയ്യണം. ഈ ഭൂമിദാനം കിട്ടിയവർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ആർക്ക് കൊടുത്തതാണ്? ശരിക്കും ബ്രാഹ്മണർക്ക് കൊടുത്തതാണ് ഈ ഭൂമി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളതാണ്. നോ നീഡ് ടു പേ ടാക്സ് ടു ദ കിങ്. അതുപോലെ തന്നെ രാജാവിന് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു പേ ടാക്സ് ഫോർ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് എന്തില്ല, പിന്നെ ചരക്കൊക്കെ കടത്തുന്നതിനൊന്നും ഇവരെന്ത് ചെയ്യേണ്ട? പണമൊന്നും അടക്കേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ will be entitled to the treasures hidden beneath the land, will have the right to fence and raise the land to use big tools. അതുപോലെ തന്നെ പിന്നെ അവിടുത്തെ നിധി നിക്ഷേപങ്ങളിൽ, ഭൂഗർഭ നിധി നിക്ഷേപങ്ങളിലൊക്കെ അവകാശം ആർക്കാണ്? ഈ ലാൻഡ് കിട്ടുന്ന ആൾക്കാർക്കാണ്. അതുപോലെ തന്നെ ഭൂമി വേലികെട്ടി തിരിക്കാനും അതുപോലെ തന്നെ മണ്ണൊക്കെ ഉയർത്താനും എല്ലാ റൈറ്റും, എന്തുപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശമൊക്കെ ഇവർക്കുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഫൈനലി, എനിവൺ ഹു ഒബ്സ്ട്രക്ട്സ് ദിസ് ഓർ കോസ് ഒബ്സ്ട്രക്ഷൻ ഷാൾ ബി പണിഷ്ഡ് ആസ് ആൻഡ് വെൻ കംപ്ലൈൻറ്റ്. അതായത് ഈ പറഞ്ഞതിനൊക്കെ തടസ്സമാകുകയോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടാക്കുകയോ ചെയ്താൽ ഇതിന് പരാതി പ്രകാരം ശിക്ഷ കൊടുക്കുന്നതായിരിക്കും എന്ന് കൂടി പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ നമ്മുടെ ഉത്തരവിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? മെൻഷൻ ഓഫ് ലാൻഡ് ഗ്രാൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ബുദ്ധിസ്റ്റ് വർക്ക്സ്, but it was only during the post-Mauryan period that it became widespread and also produced far-reaching consequences. അതായത് ഈ ബുദ്ധകൃതികളിലൊക്കെ ഭൂമിദാനത്തെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേങ്കിൽ അത് വ്യാപകമായി എന്ന് പറയാൻ പറ്റുന്നത് മൗര്യന്മാർക്ക് ശേഷമാണെന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ ഫാൾ ഓഫ് ദ മൗര്യാസ്, സെവറൽ ഡൈനാസ്റ്റീസ് കെയിം ടു പവർ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ലൊക്കേറ്റ് ദം ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റും, മൗര്യരാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ ഒരുപാട് രാജവംശങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടത്തിൽ നോക്കിയാൽ നമുക്ക് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്കത് എഴുതാനുണ്ട്, ഏതൊക്കെയാണ് രാജവംശം എന്നുള്ളത്. അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ്. ദ ചോളാസ് അല്ലേ, ദ പാണ്ഡ്യാസ്, ദ സദ്വാഹനാസ്, ദെൻ ദ കുഷാനാസ്, ദെൻ ദ ചേരാസ്, ദ വഗാഡകാസ്, ദ ഷകാസ് ആൻഡ് ദ ഗുപ്താസ്. ഇത്രയും പേരാണ് നമുക്ക്, പിന്നെ ഇത്രയും ഡൈനാസ്റ്റീസാണ് അല്ലേ, രാജവംശങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പിന്നെ അവിടെ സ്പേസ് ഉണ്ട്, അത് നിങ്ങളത് എഴുതി ചേർക്കാം കേട്ടോ. യെസ്, ലാൻഡ് ഗ്രാൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പം ഭൂമിദാനം. ഓക്കെ, എമംഗ് ദീസ് ഡൈനാസ്റ്റീസ് ദ സതവാഹനാസ് ഹു റൂൾഡ് ദ ഡെക്കാൻ റീജിയൻ സ്റ്റാർട്ടഡ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് ലാൻഡ് ഗ്രാൻസ് ടു പ്ലീസ് ദ ബ്രാഹ്മിൻസ് ഹു വർ ഡോമിനൻ്റ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രാജവംശത്തിൽ ശതവാഹനാസ് എന്ന് പറയുന്ന ശതവാഹന രാജാക്കന്മാർ പിന്നെ എന്ത് ചെയ്തു? ഡക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ വിഭാഗമാണ് ഈ ശതവാഹന എന്ന് പറയുന്ന രാജാക്കന്മാർ. ഓക്കെ, അവർ അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഭൂമി ദാനം നൽകുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് പറയുന്നു. ദിസ് സിസ്റ്റം ബിക്കേം വൈഡ് സ്പ്രെഡ് അണ്ടർ ദ ഗുപ്താസ് ഹു കെയിം ടു പവർ ഇൻ പാടലിപുത്ര ബൈ ദ ബിഗിനിങ് ഓഫ് ദി 4th century CE. ഇത് അതുപോലെ തന്നെ പാടലിപുത്രം കേന്ദ്രമാക്കിയിട്ട് അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഏകദേശം 4ാം നൂറ്റാണ്ടോടുകൂടി എന്താണ് ഈ വ്യവസ്ഥ കുറച്ചും കൂടി വിപുലമാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിലെ ഡിഫറൻസ് ഇൻ ലാൻഡ് ഗ്രാൻഡ്സ് കൊണ്ട് അവിടെ കാണാം. എന്താണ് ഭൂമിദാനത്തിലെ വ്യത്യാസം നോക്കാം. ദ സദ്വാഹനാസ്, ദ ഗുപ്താസ്. അപ്പോൾ ദ സദ്വാഹനാസിൽ പറയുന്നത് റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൺ. അതായത് ഭൂമിയിലെ റിസോഴ്സസ്, അതായത് വിഭവങ്ങൾക്ക് മാത്രമുള്ള അവകാശമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ദ ഗുപ്താസ് എന്ന് പറയുമ്പോൾ ഗുപ്തയിൽ നോക്കിയേ, along with the resources of the land, the rights over the people living there also were transferred. അതായത് ഈ തൊട്ടിപ്പുറം പറഞ്ഞ ഭൂമിയിലെ വിഭവങ്ങളാണെങ്കിൽ ഭൂമിയിലെ ഈ റിസോഴ്സസ് വിഭവങ്ങളോടൊപ്പം തന്നെ അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മുകളിൽ എന്തുണ്ട്? അധികാരം നൽകി. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള ഭൂമിദാനത്തിലെ നമ്മളില്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ലാൻഡ് ഗ്രാൻഡ്സ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടില്ലേ? Let's look at the changes brought about by the land grants during the Gupta period. അതായത് ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ദ കിങ്സ് അതോറിറ്റി ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് ഗ്രാജുവലി ഡിക്ലൈൻഡ്. അതായത് ഭൂമി
ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ രാജാവിൻ്റെ സ്വാധീനം കുറഞ്ഞു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ആൻഡ് അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് വാസ് ട്രാൻസ്ഫേർഡ് അലോങ് വിത്ത് ദ ഓണർഷിപ്പ് ഓഫ് ദി ലാൻഡ്. ഈ ലാൻഡിൻ്റെ ഓണർഷിപ്പ് ഭൂ ഉടമസ്ഥത കൊടുക്കുന്നതോട് കൂടി തന്നെ ഈ പറഞ്ഞ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അവകാശവും അതുപോലെ തന്നെ ടാക്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നികുതി വിധിക്കുന്ന അവകാശവും അതുപോലെ തന്നെ അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് നീതിന്യായ നിർവഹണവും അധികാരം മുഴുവൻ എങ്ങോട്ട് പോകും? ഈ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ആർക്കാണോ കൈമാറ്റം ചെയ്യുന്നത് അവരിലേക്ക് വരും. അതായത് ഈ ഭൂ ഉടമസ്ഥതക്കൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ്, those who received the land grants also got the right to grant the land to someone else. അതായത് ദാനമായി കിട്ടുന്ന ഭൂമി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വീണ്ടും ദാനമായിട്ട് നൽകാനുള്ള അവകാശം ഈ ഭൂമി ദാനമായിട്ട് കിട്ടുന്നവർക്ക് ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ in course of time the kings and nobles began to give land grants instead of cash as remuneration for the service they received. അതായത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഒക്കെ സേവനങ്ങൾ കിട്ടുമ്പോൾ അത് പ്രതിഫലമായിട്ട് പണം നൽകുന്നതിന് പകരം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ദാനത്തിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ ഈ അവർക്ക് സേവനത്തിനുള്ള പ്രത്യുപകാരമായിട്ട് ഇല്ലെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് അവർ കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഓൾദോ most of the land grants were received by the Brahmins, gradually other section also started receiving land as grant. അതായത് രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണ്. പിന്നെ കാലക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും കൂടി അത് കിട്ടിത്തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഇതാണ് ഈ 5 പോയിന്റ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? With the widespread practice of land grants, a powerful section of landowners with immense wealth and influence was formed in the society. അതായത് ഒരുപാട് ഭൂമി ഇങ്ങനെ ദാനം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതല്ലെങ്കിൽ ഭൂമിദാനം വ്യാപകമായതോട് കൂടിയിട്ട് സമൂഹത്തിലൊരു വിഭാഗം വലിയ സമ്പത്തും അതുപോലെ നല്ല സ്വാധീനമൊക്കെയുള്ള ഒരു ഭൂവുടമകളുടെ ഒരു ശക്തമായൊരു വിഭാഗം അവിടെ രൂപം കൊണ്ടു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ദോസ് ഹു വർക്ക്ഡ് ഓൺ ദ ലാൻഡ് ബിക്കെയിം റൈറ്റ്ലെസ് ഡിപ്പെൻസ് ഓൺ ഓഫ് ദി ലാൻഡ് ലോഡ്സ്. അതുപോലെ ആ ഭൂമിയിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഒരവകാശങ്ങളും ഇല്ലാതെ ഈ പറഞ്ഞ ലാൻഡ് ലോഡ്സിൻ്റെ അടിമകളെ പോലെ കഴിയേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ സച്ച് എ സിസ്റ്റം ദ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ് ആൻഡ് ദ സ്ലേവ്സ് വർ ബൗണ്ട് ടു ദ ലാൻഡ്. അവരെപ്പോഴും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. എപ്പോഴും മണ്ണിൽ തന്നെ ജനിക്കുക, അതാണ് അടുത്ത പറയുന്നത്. ദ ലിവ്ഡ് ആൻഡ് ഡൈഡ് ഇൻ ദ സെയിം സോയിൽ വേർ ദേ വർ ബോൺ. ആ മണ്ണിൽ തന്നെ ജനിച്ച് ആ മണ്ണിൽ തന്നെ പണിയെടുത്ത് അവിടെ തന്നെ മരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇതാണ് ഈ താഴ്ന്ന വിഭാഗം, അതായത് ഇവിടെ ലാൻഡ് ലോഡ്സിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ അവസ്ഥ. ദേ ലേബേർഡ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഫോർ ദെയർ മാസ്റ്റേഴ്സ്. അവരുടെ ഭൂവുടമകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതകാലം മുഴുവൻ പണിയെടുക്കുക. ഇൻ അഡീഷൻ ടു ദ ടാക്സസ്, ദീസ് പീപ്പിൾ ഫ്രം ദ ലോവർ സ്ട്രാറ്റം ഓഫ് ദ സൊസൈറ്റി ഹാഡ് പ്രൊവൈഡ് ഫ്രീ സർവീസ് ഓഫ് ദി അപ്പർ സ്ട്രാറ്റം. അതായത് ഈ താഴെക്കടയിലുള്ള ഈ പണിയെടുക്കുന്ന വിഭാഗം പണിയെടുക്കുന്നത് കൂടാതെ ഇവരെന്ത് ചെയ്യണം? ഈ അപ്പർ സ്ട്രാറ്റം, അതായത് മേലെത്തട്ടിലുള്ള ഭൂവുടമകൾക്ക് എന്ത് ചെയ്യണം? സൗജന്യമായിട്ട് സേവനങ്ങളും നൽകേണ്ടി വന്നിട്ടുണ്ട്. ദിസ് സിസ്റ്റം ഹാസ് ബീൻ കോൾഡ് ഇന്ത്യൻ ഫ്യൂഡലിസം. ഈ സിസ്റ്റത്തിനാണ് എന്ത് പറയുന്നത്? ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയാം. ഡ്യൂറിങ് ദിസ് പീരീഡ് ദർ വാസ് എ റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. അപ്പം ഈ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിലും വലിയൊരു പുരോഗതി ഉണ്ടായിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പുരോഗതി നോക്കാം. ഇപ്പം ഇത്രയും പറഞ്ഞ ഈ പാരഗ്രാഫിലെ കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായില്ലേ? നോക്കാം. ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഈവൻ ദ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് വർ മേഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അതായത് കൃഷിക്ക് ഉപയോഗിക്കാത്ത പ്രദേശങ്ങൾ ഉണ്ടാവില്ലേ, ഈ പ്രദേശങ്ങൾ എന്തുണ്ടായി? കൃഷിക്ക് അനുയോജ്യമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു എന്ന് പറയാം. ഓക്കെ, ഈവൻ ദ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് വർ മേഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. കൾട്ടിവേറ്റ് ചെയ്യാത്ത ഏരിയ അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗപ്പെടാത്ത പ്രദേശം കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി. ദ ന്യൂ സോഷ്യൽ സിസ്റ്റം പ്രൊവൈഡഡ് സഫിഷ്യൻറ്റ് ലേബർ ഫോഴ്സ് ഫോർ അഗ്രികൾച്ചർ. അതായത് ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു സോഷ്യൽ സിസ്റ്റം, ഒരു വിഭാഗം എപ്പോഴും മണ്ണിൽ തന്നെ പണിയെടുക്കുന്നു, കഷ്ടപ്പെടുന്നു. ആ ഒരു സോഷ്യൽ സിസ്റ്റം വന്നതോടുകൂടി ഈ ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതി അവിടെ വന്ന സമയത്ത് കൃഷിക്ക് ആവശ്യമായ എല്ലാ മേഖലകളിൽ കൃഷിക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, ദ നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചർ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ്. അത് കൃഷിയുടെ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ കാലാവസ്ഥയെ സംബന്ധിച്ച് ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അറിവ്
ഇതിന് ഗുണം ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ഡിഫറെൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അപ്പം ജലസേചന മാർഗ്ഗങ്ങളുണ്ടായിരുന്നു, ഒരുപാട് തരത്തിലുള്ള ജലസേചന മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് കൃഷിയുടെ അതായത് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് കൃഷി വ്യാപിക്കാനുണ്ടായ മെയിനായിട്ടുള്ള ഘടകങ്ങൾ. ഓക്കെ, യെസ്, ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4 പോയിൻറ്റ്സാണ് ഓർത്ത് വെക്കേണ്ടത്. ദെൻ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. അപ്പം ഗുപ്ത കാലത്തെ ജലസേചന മാർഗ്ഗങ്ങളാണ് പറയുന്നത്. അപ്പം ഇറിഗേഷൻ മെത്തേഡ്സ് അഗ്രികൾച്ചർ മേഖലയെ നല്ല രീതിയിൽ അഗ്രികൾച്ചർ മേഖലയുടെ എക്സ്പാൻഷനെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തേത് എന്താണ്? കനാൽസ് ആണ്. എന്താണ് കനാൽസ്? അപ്പോൾ കനാലുകളാണ്. നോക്കുക. ഫസ്റ്റ്, വാട്ടർ റേസ്ഡ് ഫ്രം വെൽ റീച്ച്ഡ് ഫാം ലാൻഡ് ത്രൂ ചാനൽസ്. അതായത് കിണറ്റിൽ നിന്ന് ഉയർന്നു വരുന്ന ജലം ഈ ചാലുകളിലൂടെ കൃഷിയിടങ്ങളിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ടാങ്ക് ഓർ വാട്ടർ റിസർവിയർ, അതായത് ജലസംഭരണി എന്ന് പറയില്ലേ നമ്മൾ, ജലസംഭരണി. റെയിൻ വാട്ടർ വാസ് കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. ഈ മഴവെള്ളം ശേഖരിച്ച് വെച്ചിട്ട് കൃഷിക്ക് ഉപയോഗിച്ചു. വാട്ടർ റിസർവിയേഴ്സ് വർ ബിൽറ്റ് ഇൻ സൗത്ത് ഇന്ത്യ, അതായത് ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. ദെൻ ടാങ്ക്സ് വർ കൺസ്ട്രക്റ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ. അപ്പോൾ ടാങ്ക്സ് വർ കൺസ്ട്രക്റ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യയിൽ എന്താണ് കുളങ്ങൾ, അതിന് വേണ്ടിയിട്ട് കുളമൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ്, ഗതിയന്ത്ര ഓർ അരഗട്ട എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദ പോട്ട്സ് ആർ അറ്റാച്ച്ഡ് ടു എ വീൽ. വെൻ ദ വീൽസ് ഈസ് റൊട്ടേറ്റഡ് ദ പോട്ട്സ് ആർ ഫിൽഡ് ഫ്രം ദ സോഴ്സ് ആൻഡ് എംപ്റ്റീഡ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ നോക്കുക, ഒരു ചക്രത്തിൽ, നിങ്ങൾ ആ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കാണാം. ഒരു ചക്രത്തിൽ ഒരുപാട് കുടങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഈ വെള്ളം ഉയർത്തി അതിങ്ങനെ തട്ടിയിട്ട് പാടത്തേക്ക് ഇങ്ങനെ ഈ കുടത്തുനിന്ന് പാടത്തേക്ക് ഇങ്ങനെ തെറിക്കും. ഓക്കെ, മറിയും. അതാണ് ഈ പറഞ്ഞ ഗതിയന്ത്ര, അത് അരക്കട്ട എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ചിത്രം നമുക്ക് അവിടെ കാണാൻ പറ്റും. ദെൻ റെയിൻ വാട്ടർ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് റെയിൻ വാട്ടർ. ദെൻ നെക്സ്റ്റ്, ഡാംസ് ആണ്. ഡാംസ് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അണക്കെട്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ്? സ്കന്ദഗുപ്ത റീബിൽഡ് ദ സുദർശന ലേക്ക് ഇൻ ഗുജറാത്ത്. അതായത് ഗുജറാത്തിലെ സുദർശന തടാകം എന്താണ്? സ്കന്ദഗുപ്തൻ പുതുക്കിപ്പണിതു എന്നാണ് പറയുന്നത്. ഇതൊക്കെയായിരുന്നു എന്താണ് ഗുപ്ത കാലഘട്ടത്തിലെ ജലസേചന മാർഗങ്ങൾ. അപ്പോൾ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ്. ഓക്കെ, കൈത്തൊഴിലും അതുപോലെ വ്യാപാരവും. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് റിസൾട്ടഡ് ഫ്രം ലാൻഡ് ഗ്രാൻഡ്സ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. ടു പീപ്പിൾ ടുക്ക് ടു ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഇൻ ഓർഡർ ടു മേക്ക് എ ലിവിങ്. അതായത് ഭൂമിദാനത്തിൻ്റെ ഫലമുണ്ടായിട്ട് കൃഷി വ്യാപനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് കൃഷി വ്യാപനത്തോടൊപ്പം തന്നെ ഈ കാർഷികേതര പ്രവർത്തനങ്ങളും ആ സമയത്ത് വികാസം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ വിവിധ തരം കൈത്തൊഴിലുകൾ ജനങ്ങൾ ജീവിതമാർഗമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ദ പീപ്പിൾ ടുക്ക് ടു ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഇൻ ഓർഡർ ടു മേക്ക് എ ലിവിങ്. ഓക്കെ, ദ ലിറ്റററി വർക്ക്സ് ആൻഡ് ആർട്ട് ക്രാഫ്റ്റ്സ് ഓഫ് ദ പീരീഡ് ഗിവ് അസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ക്രാഫ്റ്റ് ഓഫ് ദാറ്റ് പീരീഡ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ക്രാഫ്റ്റിനെ കുറിച്ച്, ഈ കൈത്തൊഴിലുകളെ കുറിച്ചൊക്കെ അവിടുത്തെ പുരാവസ്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ സാഹിത്യകൃതികളിൽ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഗിവൺ ബിലോ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ആർട്ട് ക്രാഫ്റ്റ്സ് റിസീവ്ഡ് ഫ്രം ദ എക്സ്കവേഷൻ ഓഫ് സൈറ്റ്സ് കറസ്പോണ്ടിങ് ടു ദ പീരീഡ്. ഫൈൻഡ് ഔട്ട് ദ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഓഫ് ദ പീരീഡ് ഫ്രം ദ ഇൻഫർമേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്ന് ചുവടെ തന്ന ഈ ടേബിളിൽ അക്കാലത്ത് നിലനിന്നിരുന്ന കൈത്തൊഴിലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളോട് അത് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ടേബിൾ നമ്മുടെ എക്സ്ട്രൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്കവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഒന്ന് ആ ടേബിൾ നോക്കാം. ഓക്കെ, കണ്ടില്ലേ? യെസ്, ആർട്ടിഫാക്ട്സ് റിക്കവേർഡ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പം ഏതൊക്കെയാണ് കണ്ടെത്തിയ പുരാവസ്തുക്കൾ, ഏതൊക്കെയാണ് കൈത്തൊഴിലുകൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റത്തേത് എർത്തൺ പോട്ട്സ് ആണ്. എർത്തൺ പോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൺപാത്രങ്ങളാണ്. അപ്പം ക്രാഫ്റ്റ്സ് എന്താണ്? പോട്ടറി മേക്കിംഗ് ആണ്, മൺപാത്ര നിർമ്മാണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ജ്വല്ലറി മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്. അല്ല, സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള കല്ല് എന്നിവ തീർത്ത ആഭരണങ്ങൾ, അത് ജ്വല്ലറി മേക്കിംഗ് ആണ്. ദെൻ നെക്സ്റ്റ്, മുത്തുകൾ, അതായത് പേൾസ് ആണ്. അപ്പം അത് ബീഡ് മേക്കിംഗ് എന്ന് പറയും. മീൻസ് ഈ മുത്തുകൾ കോർക്കില്ലേ, അതിനെ പറയാം ബീഡ് മേക്കിംഗ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ്, ഗ്ലാസ് വെയർ, ചില്ല് കൊണ്ടുള്ള വസ്തുക്കൾ, ഗ്ലാസ് വെയർ മേക്കിംഗ് ആണ് ക്രാഫ്റ്റ്. ദെൻ നെക്സ്റ്റ്, സിൽക്സ്, കോട്ടൺ, ടെക്സ്റ്റൈൽസ്. ഓക്കെ, അതായത് എന്താണ്?
പട്ട് പരുത്തി വസ്ത്രങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് സിൽക്സ് ആൻഡ് കോട്ടൺ ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഡ്രസ് മേക്കിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് സ്കൾപ്ചേഴ്സ് ഇൻ ഐവറി, ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ, അത് സ്കൾപ്ചർ മേക്കിംഗ് ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള. ക്ലിയർ ആയില്ലേ? Then the people engaged in the same craft gradually formed an association. These came to be called guilds or ശ്രേണീസ്. അപ്പം വിവിധ തരം കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവരെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ഇവരെന്ത് പേരിലാണ് അറിയപ്പെട്ട? ഗിൽഡുകൾ എന്നാണ് അറിയപ്പെടുക. ഈ ഗിൽഡുകൾ അല്ലെങ്കിൽ ശ്രേണികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഗവൺമെന്റ് റാറ്റിഫൈഡ് ശ്രേണീസ് മെമ്പേഴ്സ് ഓഫ് എ ശ്രേണി ഹാഡ് ടു ബി അബൈഡ് ബൈ ഇറ്റ്സ് റൂൾ. അതായത് ഈ ഭരണകൂടം ഈ ശ്രേണികൾക്ക് അംഗീകാരം നൽകിയതോടുകൂടെ ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങളും പാലിക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇത്രയും ഭാഗങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ ബൈ.